നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദിലീപ് പറഞ്ഞ ഒറ്റ കാര്യം: ദൈവത്തിന് നന്ദി. അതെ, ദിലീപ് ഇവിടെ സൂചിപ്പിച്ച ദൈവം ദിലീപിന്റെ അഭിഭാഷകനായ രാമൻ പിള്ളയെ തന്നെയാണ്. അഡ്വക്കേറ്റ് രാമൻ പിള്ള അദ്ദേഹത്തിന്റെ മുന്നിൽ എന്റെ ഇനിയുള്ള ശിഷ്ടകാലം സമർപ്പിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഇപ്പോൾ സന്തോഷകരമായി ഇരിക്കുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ദിലീപിന് ജാമ്യം ലഭിച്ചപ്പോൾ അന്ന് രാത്രി തന്നെ കാവ്യമാധവനും ഒന്നിച്ച്, ഭാര്യ കൂടിയായ കാവ്യമാധവനെയും ഒന്നിച്ച് രാമൻ പിള്ളയുടെ വീട്ടിൽ പോയി സന്ദർശനം നടത്തിയിരുന്നു ദിലീപ്. ഇപ്പോഴിതാ കോടതിയിൽ നിന്ന് നേരെ ദിലീപ് പോയത് രാമൻ പിള്ളയെ കാണാൻ വേണ്ടിയിട്ടാണ്. രാമൻ പിള്ളയെ കണ്ട് സന്തോഷം അറിയിക്കുകയും കാല് തൊട്ട് തൊഴുകയും ഒക്കെ ചെയ്തു ദിലീപ്. രാമൻ പിള്ള ചോദിക്കുന്ന സമ്മാനം ദിലീപ് നൽകുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഇവിടെ രാമൻ പിള്ളയെ കാണാൻ തന്നെയാണ് ദിലീപ് എത്തിയിരിക്കുന്നത്. സന്തോഷം കൊണ്ട് അദ്ദേഹം രാമൻ പിള്ളയെ കെട്ടിപ്പിടിക്കുന്നു. പൊട്ടിക്കരയും ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ദിലീപ് ശിക്ഷ അനുഭവിക്കുകയില്ല എന്ന് രാമൻ പിള്ളയ്ക്ക് ഉറപ്പായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരോഗ്യപരമായി ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു, ആശുപത്രിയിലൊക്കെയായിരുന്നു. പിന്നീട് അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. അതുകൊണ്ട് മാത്രമാണ്, ആരോഗ്യപരമായി ഒട്ടും പറ്റാത്തതിനാലാണ് താൻ കോടതിയിലേക്ക് വിധി കേൾക്കാൻ വരാതിരുന്നത് എന്നാണ് രാമൻ പിള്ളയും പറയുന്നത്. എന്തായാലും നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയിൽ നടൻ ദിലീപിന് പങ്കില്ലെന്ന വിചാരണ കോടതി തെളിയിച്ചതിന് പിന്നാലെ ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് വെറുതെ വിട്ടിരുന്നു. സ്വന്തം വിവാഹ ജീവിതം തകർത്തതിന് കാരണം ആക്രമിക്കപ്പെട്ട നടിയാണ് എന്ന് കരുതി അവരോട് വൈരാഗ്യം തീർക്കാൻ മുഖ്യപ്രതികളെ കൂട്ടുപിടിച്ച ദിലീപ് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ആക്രമണം എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഇത് കോടതി തള്ളിയതോടുകൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം ദിലീപ് ആശ്വാസത്തോടുകൂടി കോടതി വിട്ടത്. 9 വർഷത്തെ നിയമയുദ്ധത്തിൽ തനിക്ക് നന്ദി പറഞ്ഞാണ് ദിലീപ് കോടതിക്ക് പുറത്ത് നടത്തിയ ആദ്യ പ്രതികരണം. അതായത് ആദ്യ പ്രതികരണം അവസാനിപ്പിക്കുന്നത് രാമൻ പിള്ളയ്ക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആദ്യ പ്രതികരണം അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ 9 വർഷം നിങ്ങൾ സംസാരിച്ചില്ലേ, ഇനി ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നായിരുന്നു ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്റെ കൂടെ നിന്ന കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളോടും അവരുടെ കുടുംബാംഗങ്ങളോടും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. എനിക്കറിയാത്ത, എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നന്ദി. ഈ നിയമയുദ്ധത്തിൽ 9 വർഷത്തോളം എന്നെ ഡിഫെൻഡ് ചെയ്ത രാമൻ പിള്ള വക്കീലിനോട് ഞാൻ എന്റെ ജീവിതത്തിലുടനീളം കടപ്പെട്ടിരിക്കും. അതുപോലെ അദ്ദേഹത്തോടൊപ്പമുള്ള അഡ്വക്കേറ്റ് സുജേഷ് മേനോൻ, കോളേജിൽ എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റ് ജൂനിയേഴ്സ്, സുപ്രീം കോടതിയിലെ ഈ മുഗൾ റോഹത്തിക്, പ്രഗ്യ, വംശി തുടങ്ങിയ എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത 9 വർഷക്കാലം ജീവിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരുകൾ എടുത്തു പറഞ്ഞാൽ തീരില്ല. അവർ വിവിധ മേഖലകളിലുള്ളവരാണ്. അവരോടെല്ലാം നന്ദി ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് സന്തോഷം. ഇത് പറഞ്ഞുകൊണ്ടാണ് ദിലീപിന്റെ പ്രതികരണം അവസാനിപ്പിച്ചത്. ഈ ഘട്ടത്തിലാണ് വളരെ നിർണായകമായ നീക്കങ്ങൾ സംഭവിച്ചത്. ദിലീപ് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ദിലീപ് കൃത്യമായി തന്നെ ഇടപെട്ടിരിക്കുന്നു. ദിലീപ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന രാമൻ പിള്ളയോടാണ്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. അന്ന് ഞാൻ പെറ്റീഷൻ കൊടുത്തു, ആ പെൻഡ്രൈവ് കോടതി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് വെച്ചേക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടി കേസെന്നും പറഞ്ഞ് ജില്ലാ കോടതി പെറ്റീഷൻ കൊടുത്തത്. പക്ഷെ ഹാജരാക്കിയില്ല. അതിനുവേണ്ടി മാത്രം കേസുണ്ടാക്കി. പിന്നൊന്നും നടന്നില്ല. സാറിന് തോന്നുന്നത് ഈ കേസിലെ ഗൂഢാലോചന എവിടെ നടന്നിരിക്കുന്നത്? അത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇതല്ലേ കാരണം ഈ അതിജീവിതയ്ക്ക് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട പ്രതികളുമായി വ്യക്തിവിരോധം ഉള്ള എന്തെങ്കിലും ഉണ്ടെന്ന് പറയുന്നത്. ഗൂഢാലോചന എനിക്കെതിരെ എന്നാണ് ദിലീപ് പറഞ്ഞത്. നടിയെ ആക്രമിച്ച കേസിൽ തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നതെന്ന് വിധിക്ക് ശേഷം ദിലീപ് ആരോപിച്ചു. നടിയെ ആക്രമിച്ചതിന്റെ പിറ്റേന്ന്, അതായത് മഞ്ജു വാര്യർ ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറഞ്ഞിടത്താണ് തനിക്കെതിരായ ഗൂഢാലോചന ആരംഭിച്ചതെന്ന് ദിലീപ് പറയുന്നു. അന്നത്തെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘ ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത്. അതിനായി ഈ കേസിലെ മുഖ്യപ്രതിയെയും ജയിലിൽ ഉണ്ടായിരുന്ന അയാളുടെ കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ച് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ചില മാധ്യമങ്ങളുടെയും അവർക്ക് ഒത്താശ ചെയ്യുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച പോലീസ് സംഘം ഈ കള്ളക്കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്നെ പ്രതിയാക്കാനാണ്, സമൂഹത്തിന്റെ എന്റെ കരിയറും ജീവിതവും എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് ദിലീപ് കൂട്ടിച്ചേർത്തത്. എന്തായാലും ദിലീപ് ഇപ്പോൾ കാണുന്ന കൺകണ്ട ദൈവമായ രാമൻ പിള്ളയെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും അനുഗ്രഹം തേടുകയും